ഇറാന് വമ്പൻ കെണിയൊരുക്കി അമേരിക്ക. നിലവിലെ വെടിനിർത്തൽ തകരുന്ന സാഹചര്യത്തിൽ ഹോർമൂസ് കടലിടുക്കിലെ ഇറാന്റെ സൈനിക ശേഷിയെ ലക്ഷ്യമിട്ട് പുതിയ ആക്രമണ പദ്ധതികൾ അമേരിക്ക തയ്യാറാക്കുകയാണ്. ഇറാനെ മുട്ടുകുത്തിക്കാതെ പിന്നോട്ടില്ല എന്ന ഒറ്റ നിലപാടിലാണ് ഡൊണാൾഡ് ട്രംപ്. ദക്ഷിണ അറേബ്യൻ ഉൾക്കടൽ, ഒമാൻ ഉൾക്കടൽ എന്നിവിടങ്ങളിലെ ഇറാനിയൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള പദ്ധതികൾക്കാണ് നീക്കമെന്ന് CNN റിപ്പോർട്ട് ചെയ്യുന്നു. ഹോർമൂസ് നിയന്ത്രിക്കാൻ ഇറാൻ ഉപയോഗിക്കുന്ന അതിവേഗ ആക്രമണ ബോട്ടുകൾ, മൈനുകൾ വിന്യസിക്കുന്ന കപ്പലുകൾ തുടങ്ങിയവയും US-ന്റെ പ്രധാന ലക്ഷ്യങ്ങളാണ്. ഹോർമൂസിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന ബോട്ടുകൾ തകർക്കാൻ US നാവികസേനയ്ക്ക് നിർദ്ദേശം നൽകിയതായി കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരുന്നു. പുതിയ ആക്രമണത്തിന് സാധ്യത ഉയർത്തിക്കൊണ്ട് US-ന്റെ മൂന്നാമത്തെ വിമാനവാഹിനി കപ്പലും അതിനെ അനുഗമിക്കുന്ന യുദ്ധക്കപ്പലുകളും ഇറാൻ തീരത്തിന് സമീപം എത്തിയിട്ടുണ്ട്. USS ജോർജ് H.W. ബുഷ് വിമാനവാഹിനി കപ്പലാണ് എത്തിയത്. ഇത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തങ്ങളുടെ നിയന്ത്രണ പരിധിയിൽ വ്യാഴാഴ്ച എത്തിയെന്ന് US സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിക്കുകയും ചെയ്തു. USS ജെറാൾഡ് ഫോർഡ്, USS എബ്രഹാം ലിങ്കൺ എന്നീ വിമാനവാഹിനി കപ്പലുകൾ നിലവിൽ തന്നെ പശ്ചിമേഷ്യയിലുണ്ട്. ഹോർമൂസ് അടച്ചിടുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയിൽ വലിയ പ്രതിഫലനങ്ങളാണ് സൃഷ്ടിക്കുന്നത്. അമേരിക്കയിൽ പണപ്പെരുപ്പം കുറയ്ക്കാനുള്ള ട്രംപിന്റെ ശ്രമങ്ങൾക്കും ഇത് ഭീഷണിയെന്നാണ് US മാധ്യമങ്ങൾ പറയുന്നത്. ഈ സാഹചര്യത്തിലാണ് ഹോർമൂസ് തുറക്കുന്നതിനായുള്ള ആക്രമണ പദ്ധതികൾ US തയ്യാറാക്കുന്നത്. വെടിനിർത്തുന്നതിന് മുമ്പ് US നടത്തിയ ആക്രമണങ്ങൾ ഹോർമൂസിൽ നിന്ന് അകലെയുള്ള ലക്ഷ്യങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു. പുതിയ പദ്ധതികൾ അനുസരിച്ച് തന്ത്രപ്രധാനമായ ഹോർമൂസിന് ചുറ്റും കൂടുതൽ കേന്ദ്രീകൃതമായ ബോംബാക്രമണം നടത്തും. എന്നാൽ കടലിടുക്ക് തുറക്കാനുള്ള അമേരിക്കയുടെ ശ്രമങ്ങളെ ഇത് സങ്കീർണമാക്കുമെന്നാണ് വിലയിരുത്തൽ. ഇറാൻ നാവികസേനയുടെ മിസൈലുകളിൽ വലിയൊരു ശതമാനം കേടുപാടുകൾ കൂടാതെ ഇരിക്കുന്നുവെന്നാണ് ഇന്റലിജൻസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് CNN റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇറാന്റെ കൈവശം ഒട്ടേറെ ചെറിയ ഹൈസ്പീഡ് ബോട്ടുകളും ഉണ്ടെന്നും CNN പറയുന്നു. അതേസമയം നേരത്തെ നടത്തിയ ആക്രമണങ്ങളിൽ നശിപ്പിക്കപ്പെടാതെ അവശേഷിച്ച അല്ലെങ്കിൽ വെടിനിർത്തൽ ആരംഭിച്ചതിനു ശേഷം പുതിയ തന്ത്രപ്രധാന സ്ഥാനങ്ങളിലേക്ക് മാറ്റിയതുമായ മിസൈലുകൾ, ലോഞ്ചറുകൾ, മറ്റു സൈനിക ശേഷികൾ എന്നിവ ഉപയോഗിച്ചുള്ള പുതിയ ആക്രമണ സാധ്യതയുണ്ടെന്നും US സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. ആയിരക്കണക്കിന് ഡ്രോണുകളും മിസൈൽ ലോഞ്ചറുകളും ഇറാനിൽ ഇപ്പോഴും അവശേഷിക്കുന്നുവെന്നും ഇവ മാറ്റി സ്ഥാപിച്ചതായും US രഹസ്യാന്വേഷണ ഏജൻസികൾ അറിയിച്ചിരുന്നു. കഴിഞ്ഞ ആഴ്ച US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇറാൻ ഒരു കരാറിന് സമ്മതിച്ചില്ലെങ്കിൽ ആ ലക്ഷ്യങ്ങൾ തകർക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. കൂടാതെ ഇറാനിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ സൈനിക നീക്കം അമേരിക്കയുടെ യുദ്ധശേഷിയെ സാരമായി ബാധിച്ചതായ റിപ്പോർട്ടുകളുമുണ്ട്. ആഭ്യന്തര കണക്കുകൾ പ്രകാരം ടോമോഹോക്ക് ക്രൂയിസ് മിസൈലുകളും പാട്രിയറ്റ് ഇന്റർസെപ്റ്റർ മിസൈലുകളും ഉൾപ്പെടെയുള്ള അത്യാധുനിക ആയുധങ്ങളുടെ വൻ ശേഖരമാണ് യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് നഷ്ടമായത്. ഫെബ്രുവരി 28-ന് നടന്ന US-ഇസ്രായേൽ ആക്രമണങ്ങൾക്ക് ഇറാൻ നൽകിയ തിരിച്ചടി പ്രതിരോധിക്കാൻ ചൈന, റഷ്യ തുടങ്ങിയ വൻ ശക്തികൾക്കെതിരെയുള്ള ഭാവി യുദ്ധങ്ങൾക്കായി കരുതി വച്ചിരിക്കുന്ന ആയുധങ്ങൾ അമേരിക്കയ്ക്ക് ഉപയോഗിക്കേണ്ടി വരുമെന്നാണ് റിപ്പോർട്ട്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.